കേരള പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വായനക്കാരുടെ കത്തെഴുതിയവനാണ് ഞാൻ. ആരെങ്കിലും പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കത്തെഴുതാറുണ്ടോ? പോലീസിനെ കുറ്റം പറഞ്ഞെഴുതും. പോലീസ് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, 110 കുറ്റങ്ങൾ. ലേഖനമായിട്ട് ചർച്ചയിൽ ഇതിലൊക്കെ കുറ്റം പറയും അവരെ. അവർക്ക് തിരിച്ചൊന്നും പറയാനും പറ്റില്ല. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കത്തയച്ചനാണ്. ഇവിടെ നമ്മുടെ മനോജ് എബ്രഹാം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കാലത്ത് ഫോർ സം റീസൺ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും ഒക്കെ പ്രവർത്തനം, അതെൻ്റെ ഓഫീസിലൊരു പ്രശ്നം വന്നപ്പോൾ സ്വിഫ്റ്റായിട്ട് അവർ ഇടപെട്ട കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ലോ ആൻഡ് ഓർഡറിനെ എപ്പോഴും മാനിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ്, നിയമവാഴ്ചയുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ വായുത്തിന് എന്നെ തല്ലിക്കൊല്ല ആര് ചോദിക്കാൻ? ബലമുള്ളവൻ ദുർബലനെ ആക്രമിക്കുന്ന സ്ഥിതി വരും. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ പോലീസിന് ഇപ്പോൾ ഈ കേസിൽ തന്നെ ഞാൻ ഡൽഹി പോലീസിനെ ഡിഫെൻഡ് ചെയ്തതിൻ്റെ പേരിലാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ കേരള പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, കാരണം പോകരുതെന്ന് മജിസ്ട്രേറ്റിൻ്റെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷനുണ്ട്. ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാത്ത രീതിയിൽ ഈ വിഷയം നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നൊന്നുമില്ല, എന്നാലും ആ രീതിയിൽ ഞാൻ പോകുമ്പോൾ ബ്രോഡ്ലി നോക്കുക. ഇഷ്യൂ എന്താ? ഐ ജസ്റ്റിഫൈഡ് ഡൽഹി പോലീസ്. ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ള കാരണത്തിന് കേരള പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻ നട്ട്ഷെൽ സംഭവിച്ചത്. ഈ അന്നത്തെ മാധ്യമങ്ങൾ പിറ്റേന്നും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ടി ജി റിമാൻഡിൽ പോകണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അതെ അതെ, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആഗ്രഹിക്കാം എന്നുള്ളതല്ലാതെ അത് നടപ്പാക്കാനൊന്നും. ഒന്നാമത് എന്താ പറയുക, ഇവരൊക്കെ ഇല്ലിൻഫോംഡാണ്. മനസ്സിലായോ? വെറുതെ അവരുടെ ഒരു ടാർഗറ്റ് അവർ തീരുമാനിച്ചു, ക്യാമ്പയിൻ അങ്ങ് തുടങ്ങി. ഇപ്പോഴും കേരളത്തിലെ TV നോക്കിക്കോളൂ, ഓൾമോസ്റ്റ് എവറി ഡേ ഒരു ചാനൽ ഒരു പെർട്ടിക്കുലർ ആളിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു പെർട്ടിക്കുലർ സംഭവം മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. മറ്റേ ചാനലുകളിൽ നിന്നും അത് നോക്കിയാൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ക്രോളായിട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് കേസിൻ്റെ? ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ഈ ഒരു കേസിൽ? അല്ല, ഇനിയിപ്പം അവർ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം പോലീസ്. അന്വേഷണം കോടതി അന്വേഷണം കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രയലിലേക്ക് പോകും. ചിലപ്പോൾ അത് ടൈം എടുത്തുനിന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് നടന്നു വരും. അതെല്ലാം പോലീസ് തീരുമാനിക്കുന്ന പോലെയാണ്. ഈ കുറ്റപത്രം കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ ഫൈനൽ റിപ്പോർട്ട്. പിന്നെ അത് വായിച്ച് കേൾപ്പിക്കലൊക്കെ ഉണ്ടല്ലോ. അതാണ് വിചാരണയിലേക്ക് പോകുന്നത്. സാധാരണ കേസിൽ നമ്മുടെ വിചാരണയ്ക്ക് താമസം ഒരുപാട് വരും. 4-5 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. ചിലത് പെട്ടെന്ന് വരും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ജുഡീഷ്യറി ആൻഡ് പോലീസ്. ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഈ വീഡിയോ പറഞ്ഞിരുന്നല്ലോ, മറ്റേ വായിച്ചത്ത് മേനകയിൽ നിൽക്കുന്ന ഒരാളെ കൊല്ലാൻ, ഇപ്പോൾ ആ ഒരു വരി മാത്രം എടുത്താൽ TG വീണ്ടും കൊല്ലാൻ പറഞ്ഞ പോലെയായി.